നമസ്കാരം. ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ പി.ജെ. ജോസഫിന് സീറ്റില്ല. ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഒറ്റവരി വാർത്താക്കുറിപ്പിലൂടെ തോമസ് ചാഴിക്കാടനെ കെ.എം. മാണി കോട്ടയത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിന്റെ വക്കീലായി. മാണി വിഭാഗം കരുതിക്കൂട്ടി വെട്ടി എന്ന നിലപാടിലാണ് ജോസഫ്. ഇനി ഒന്നിച്ചില്ലെന്ന വികാരമാണ് ജോസഫിനും മാണിക്കും. കേരള കോൺഗ്രസിലെ പരസ്യപ്പോരിൽ കോട്ടയവും ഇടുക്കിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കോൺഗ്രസും. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ജോസഫിനെ പറ്റിച്ചോ കെ.എം. മാണി? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. ജോസഫിനെ പറ്റിച്ചോ കെ.എം. മാണി എന്ന ചോദ്യമാണ് ഇന്ന് പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കാം. ആദ്യ പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നും തമ്പിമണി. ശ്രീ തമ്പിമണി, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ രാത്രി വൈകിയോടുകൂടി ഉണ്ടായി. അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസത്തോളം നീണ്ട മാരത്തോൺ ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. പക്ഷേ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ജോസഫിന് നിരാശയാണ് ഉണ്ടായത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളടക്കം എല്ലാം അറിയാവുന്നതാണ്. ഇവിടെ കരുതിക്കൂട്ടിയ ഒരു തീരുമാനം എടുത്തു എന്നാണ് ജോസഫ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കെ.എം. മാണി ജോസഫിനെ പറ്റിച്ചോ? കെ.എം. മാണി മാത്രമല്ല, കെ.എം. മാണിയും ഹലോ കേൾക്കുന്നുണ്ട്, തുടരാം. കെ.എം. മാണിയും പുത്രൻ ജോസ് കെ മാണിയും കൂടിയാണ് ജോസഫിനെ കൂടെ നിർത്തി പറ്റിക്കുകയല്ലേ, വഞ്ചിക്കുകയാണ് ചെയ്തത്. അത് ടി.യു. കുരുവിള, ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് ടി.യു. കുരുവിള പറഞ്ഞതാണ് ശരി. ജോസ് കെ മാണിയുടെ ഏകാധിപത്യമാണ് കേരള കോൺഗ്രസിൽ ഇപ്പൊ നടപ്പിലാവുന്നത്. ജോസഫിന് അവിടെ യാതൊരു റോളും ഇല്ല, യാതൊരു അധികാരവും ഇല്ല. ജോസഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ ലാവണത്തിലേക്ക്, പഴയ തറവാട്ടിലേക്ക്, LDF-ലേക്ക് തിരിച്ചു വരിക വേണ്ടത്. അങ്ങനെ കെ.എം. മാണിയോടും മകനോടും പ്രതികാരം ചെയ്യാണ് ജോസഫ് ഈ അവസരത്തിൽ എടുക്കേണ്ട നിലപാട്. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന്. തൃശ്ശൂരിൽ നിന്നും തമ്പിമണി എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ നാണു, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നലെ നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിലുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, തുടർന്ന് ഉണ്ടായ വികാരപ്രകടനങ്ങൾ, അതെല്ലാം കേരളത്തിലെ വോട്ടർമാരും കേരളത്തിലെ ജനങ്ങളും കേട്ടതുമാണ്, അവരുടെ പ്രതികരണങ്ങൾ വീക്ഷിച്ചതുമാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മാണി വിഭാഗം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോട്ടയത്തെ അവിടുത്തെ പ്രവർത്തകരുടെ വികാരമാണ്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ജോസഫ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അത് എത്രമാത്രം ശരിയാണെന്നൊരു ചോദ്യമാണ് മാണി വിഭാഗം ഉന്നയിക്കുന്നത്. സാറേ, ഇവരൊക്കെ ജനാധിപത്യത്തിന്, രാജ്യ താല്പര്യത്തിനല്ല വില കൽപ്പിക്കുന്നത്. എവർക്ക് എന്ത് കിട്ടും, എവർക്ക് സീറ്റ് കിട്ടുമോ, എവർക്ക് അധികാരം കിട്ടുമോ എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എന്റെ തൊട്ടടുത്തൊരു പ്രേക്ഷകൻ പറഞ്ഞത് കേട്ടില്ലേ, പി.ജെ. ജോസഫ് ഉടനെ മടങ്ങി വരൂ, ഇടതു മുന്നണിയിലേക്ക് സീറ്റ് തരാം, എന്നിട്ട് വരണം പ്രതികാരം ചെയ്യാം മാണിയോട്. ഇതെന്തൊരു പ്രഹസനമാണ് സാറേ ഇത്. ഇങ്ങനെയാണോ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നെങ്കിൽ രാജ്യത്ത് എന്താവും അവസ്ഥ? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിന് നേരുമ്പോൾ ഒരു ഉളുപ്പും മാനവും വേണ്ടേ? കേവലം എന്തൊരു മാനക്കേടാ ഇത്. തീർച്ചയായും. വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകൻ. വയനാട് നിന്ന് സൂഫി എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ സൂഫി, തൊട്ട് മുമ്പ് ഒരു പ്രേക്ഷകൻ വടകരയിൽ നിന്നും ശ്രീ നാണു എന്ന പ്രേക്ഷകൻ പറഞ്ഞ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തമ്മിലടി നടക്കുന്നു. ഇത്തരം തമ്മിലടികളാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതാണോ ജനാധിപത്യം? ഈ ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങളാണോ വേണ്ടത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം? കേരള കോൺഗ്രസ് കെ.എം. മാണിയുടെ മകനെ മന്ത്രിയാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതുകൊണ്ടാണ് ജോസഫിന് പാർലമെന്റ് സീറ്റ് കൊടുക്കാമെന്ന് ആദ്യം പറയുകയും ചെയ്ത് പിന്നീട് ജോസഫിനെ വഞ്ചിക്കുകയും ചെയ്തു. ഇതാണ് മാണി, കേരള കോൺഗ്രസിന്റെ മാണിയുടെ അടവ്. അതുകൊണ്ട് UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സീറ്റ് പോയാൽ, ഇടതുപക്ഷത്തിന്റെ കിട്ടിയാൽ UDF-ന്റെ സീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് കെ.എം. മാണി ഒന്ന് ആ സീറ്റ് പുനഃപരിശോധന നടത്തിയിട്ട് ജോസഫിന് വീണ്ടും കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി. വയനാട് നിന്ന് സൂഫി എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ബംഗളൂരുവിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകനാണ്. ശ്രീ ജോസഫ്, ഈ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം, പ്രത്യേകിച്ചും സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, അത് വേഗത്തിൽ അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം? എനിക്കൊരു 2 മിനിറ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, ഇത് കുറച്ച് പുറകോട്ട് നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇത് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പാർലമെന്റേറിയനും അതോടൊപ്പം തന്നെ
ഈ കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് സ്ഥാപകനായ KM ജോർജിന്റെ മകനുമായ അദ്ദേഹത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ മാണി വളരെയധികം ശ്രമിച്ച് അദ്ദേഹത്തെ പുറത്തിയടിച്ചു. ഇപ്പോൾ പുള്ളി പോയതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പം PJ ജോസഫ് എന്ന് പറയുന്നത് ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ സമ്പ്രദായ കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ്. അദ്ദേഹത്തിന് സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെയും ഷെഡിൽ കയറ്റാനുള്ള മാണിയുടെ മകന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സീറ്റ് നിഷേധം. അത് അവഹേളനത്തോടെയുള്ള സീറ്റ് നിഷേധം. അതാണ് ഇതിനകത്ത് പ്രശ്നം. അവസാന നിമിഷം വരെ കൊണ്ടു നടന്നിട്ട് ഇതുപോലുള്ള ഒരു നേതാവിന് പാർട്ടിയിലെ രണ്ടാമത്തെ ആളിന് സീറ്റ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവഹേളിക്കുക എന്നുള്ള ഒരു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇത് ഈ കുടുംബവാഴ്ചയുടെ ഒരു ഭാഗമാണ്. മക്കൾ സ്നേഹം. മാണി എന്ന് പറയുന്ന ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷേങ്കിൽ പ്രായം ചെന്ന് കഴിഞ്ഞപ്പം മക്കൾ സ്നേഹം അതിലേക്ക് വരികയും കഴിവില്ലാത്ത ഈ മകനെ മന്ത്രിയാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായും ബംഗളൂരുവിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം ആണ് ഇപ്പോൾ കേട്ടത്. മറ്റൊരു പ്രേക്ഷകൻ പട്ടാമ്പിൽ നിന്നും മണികണ്ഠൻ. ശ്രീ മണികണ്ഠൻ, നമുക്കറിയാം 30 വർഷം മുമ്പ് 1989 ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഈ ഒരു പ്രശ്നം ഏത് തരത്തിൽ അവസാനിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇടതുമുന്നണി ജോസഫിനെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ UDFന്റെ ഒരു തീരുമാനം അത് കാത്തു നിൽക്കുകയാണ് ജോസഫ്. കൃത്യമായി ഈ ഇന്നലെ ഉണ്ടായ ഈ പ്രശ്നത്തെ ആ ഒരു അവസ്ഥയെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? സാക്ഷര കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും എല്ലാം കൊണ്ടും ഉത്ബുദ്ധ കേരളം ഇത്തരം രാഷ്ട്രീയക്കാരുടെ നെറികെട്ട കളികൾ കാരണം ലജ്ജിക്കുകയാണ്. കാരണം ഇവർക്ക് വേണ്ടിയാണല്ലോ ജനം ഒരു ദിവസത്തെ ജോലി കളഞ്ഞോ അല്ലെങ്കിൽ ക്യൂ വിരലിൽ മഷി കുത്തി ഇവരുടെ പേരിൽ വോട്ട് ചെയ്ത് വരുമ്പോ ഇവരെയൊക്കെയാണ് നമ്മൾ ഇനി പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കായാലും വിടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ വളരെ വിഷമം തോന്നുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പോന്ന അവർക്ക് കൂട്ടാം, അവർക്ക് ജയിക്കാം എന്നുള്ള രൂപത്തിൽ കോടിയേരിയുടെ പ്രസംഗം കേട്ടു, ഇന്ന് പത്രസമ്മേളനം കണ്ടു. അപ്പൊ എന്തായാലും ഈ 20 സീറ്റിൽ ജയിക്കണം, അതാണ് അവർക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നെറുകെട്ട കളികളും കളിക്കുക. രാവിലെ ഞാൻ പറഞ്ഞു ജോസഫിന് ഇനി പെരുവഴിയാണെന്ന്. അതാണ് ഇനി മാണിക്യം വരാൻ പോകേണ്ടത് തന്നെയാ. മാണി മക്കൾ സ്നേഹം കാണിക്കുകയാണ്. ആ മകനോടുള്ള മകനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നന്ദി പ്രതികരിച്ചതിന്. പട്ടാമ്പിൽ നിന്നും മണികണ്ഠൻ എന്ന പ്രേക്ഷകനാണ്. പുതുപ്പള്ളിയിൽ നിന്നും ജിക്കു എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ജിക്കു, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച പ്രേക്ഷകരിൽ കൂടുതൽ പേരും ഈ ജോസ് കെ മാണിയുടെ നിലപാടാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത്. നല്ലൊരു ശതമാനവും. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അതിനേക്കാൾ ഉപരി ഈ ഇലക്ഷൻ എന്ന് പറയുന്ന രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പില് ഇത് കേരള കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകത അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാത്രം പ്രശ്നമൊന്നുമല്ല. ഇത് ഒരു കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നമാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയ CPM എല്ലാ സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടി എടുത്തേക്കുന്ന സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് നോക്കി 2ഉം 3ഉം വട്ടം ജയിച്ച മണ്ഡലത്തിലെ ഏറ്റവും ജനകീയരായവരെ അവർ മത്സരിപ്പിക്കുമ്പോൾ 2 വട്ടം തോറ്റ തോമസ് ചാഴിക്കാരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി കോട്ടയത്തെ പുറകിലാണ്. ഞാൻ 100% ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തന്നെ പറയുകയാണ്. കോൺഗ്രസിന്റെ വിജയം അല്ല ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ വിജയമാണ് വേണ്ടതെങ്കിൽ കോട്ടയത്ത് ഉമ്മൻചാണ്ടി സാർ മത്സരിക്കുകയും തൊടുപുഴ അല്ല ഇടുക്കിയിൽ ജോസഫ് സാർ മത്സരിക്കുകയും ചെയ്ത 2 മണ്ഡലങ്ങളും കോൺഗ്രസിന് കിട്ടും. ഇതൊന്നുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരെ ഒരുപോലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ പുറകിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ഇന്നലെ മാണി സാർ എടുത്തിരിക്കുകയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. വിജയം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ഈ തീരുമാനം എന്തുകൊണ്ടും പുനഃപരിശോധിക്കേണ്ടതാണെന്നാണ്. അതിന്റെ അകത്ത് രാഷ്ട്രീയം നമുക്ക് വിടാം. അതായത് ജോസഫ് ഗ്രൂപ്പിലെയോ കേരള കോൺഗ്രസ് ഗ്രൂപ്പിലെയോ രാഷ്ട്രീയമല്ല. ഇത് കേന്ദ്ര സർക്കാരിനെ എതിരെയുള്ള ഒരു വിധിയെഴുത്തായി മാറേണ്ട. ബാക്കി എല്ലാവരും പ്രചാരണം തുടങ്ങി പോസ്റ്റർ ഒട്ടിച്ച് എല്ലാം ചെയ്യുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കോൺഗ്രസിന്റെ അല്ലെ UDFന്റെ പതനമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ഇവിടെ ഇതിന്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അടുത്ത തിരഞ്ഞെടുപ്പല്ല നമുക്ക് നോക്കണ്ടേ. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്നത് CPMന്റെ സ്ഥാനാർത്ഥികളെ നോക്കി
ആരിഫ് ആയാലും തീർച്ചയായും തമ്മിലടിച്ച് ഉള്ള അവസരം കൂടി കളയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നന്ദി പ്രതികരിച്ചതിന്. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ റസാഖ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണെന്ന് നോക്കാം. ശ്രീ അബ്ദുൾ റസാഖ്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി, എന്താണ് താങ്കളുടെ നിലപാട്? എന്റെ നിലപാട്, ഇത് PJ ജോസഫ് സാറെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് മാണി സാറ് മക്കൾ രാഷ്ട്രീയത്തിനും വേണ്ടി നിലപാടെടുത്തിട്ടുള്ളത്. വളരെ മോശം അഭിപ്രായമാണ്. ഇതിനെ ശക്തമായിട്ട് എതിർക്കണം. ജോസഫ് സാറിനെ ഇടതുപക്ഷത്തിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം മാണി ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തിലേക്ക് കയറി വന്ന് അത്യുന്നത നിലയിൽ വിജയിച്ച് അല്ല, സീറ്റ് കിട്ടാതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അത് നല്ലൊരു കാര്യമാണോ? നല്ല കാര്യമല്ല. എങ്കിലും അവസാനം വെച്ചിട്ട് ജോസഫ് സാറെ വളരെയധികം വേദനാജനകമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവസാനം വരെ ജോസഫ് സാറെ കൂടെ ഇരുത്തി ലാസ്റ്റ് മകന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു കളിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശരി, നന്ദി പ്രതികരിച്ചതിന്. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ റസാഖ് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. കോതമംഗലത്ത് നിന്ന് ബെന്നി. ശ്രീ ബെന്നി, ഇവിടെ ഈ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് ചെയർമാനാകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് വിമർശിക്കുന്നവരുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കോതമംഗലത്ത് നിന്നാണല്ലോ താങ്കൾ വിളിക്കുന്നത്. കളിക്കാൻ വേണ്ടിയിട്ടാണ്, മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ജോസഫ് സാർ എന്ന് പറഞ്ഞത് നല്ല മനുഷ്യനാണ്. അയാൾക്ക് ബുദ്ധിയില്ല. നല്ല നേരെ പോകുന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് ജോസഫ് സാറിനുള്ളൂ. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾക്കാണ് ജനസപ്പോർട്ടും. അയാൾ കോട്ടയത്ത് നിന്ന് വിജയിക്കും, ഇല്ലെങ്കിൽ വിജയിക്കുകയില്ല. നന്ദി പ്രതികരിച്ചതിന് ബെന്നി കോതമംഗലത്ത് നിന്ന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ രമണൻ, ഇവിടെ ജോസഫും കെ മാണിയും രണ്ട് വഴിയിലേക്ക് മാറുമോ, വഴി പിരിയുമോ? തീർച്ചയായിട്ടും വഴി പിരിയും സാറേ. കാരണം ജോസഫിന് ഇതിനേക്കാളും വലിയ പറ്റിക്കൽ ഇനി പറ്റിക്കാനില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പറ്റിക്കലാണ് പെട്ടിരിക്കുന്നത്. ഈ അച്ഛനും മകനും കൂടി കൂടിക്കൊണ്ട് ഒരു 500 മോഡലാണ്. അത് തികച്ചും ജോസഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സീനിയറിറ്റിയുള്ള ഒരു നേതാവാണ്. അങ്ങേരെ ഇത്രയും അപമാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങേരെ കൂടി ഒരു സീറ്റ് കൊടുത്ത് ഒരു ചാൻസ് നോക്കായിരുന്നു. കാരണം ഇത് ഒരു കുടുംബ ഭരണം പോലെ തോന്നണം. മാണിച്ചന്റെ മോന്റെ ഒരു ഭരണം തികച്ചും ഒരു അസംബന്ധമായ ഒരു തീരുമാനമാണ്. ഈ പ്രശ്നം കാരണം 2 സീറ്റ് നഷ്ടപ്പെടും UDFന്. ഇടുക്കി, കോട്ടയം. നന്ദി. രമണൻ എന്ന പ്രശ്നമാണ് പ്രതികരിച്ചത്. ക്രിസ്റ്റോ ബാബു കട്ടപ്പനയിൽ നിന്നും ടെലിഫോൺ ലൈനിലുണ്ട്. ഇപ്പോൾ ഇവിടെ PJ ജോസഫ് പാർട്ടി വിട്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള ചില ചിന്തകളാണോ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്? രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ അത്തരം കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ പണ്ടൊരു ജോസഫ് പ്രവർത്തകനായിരുന്നു. ജോസഫ് മാണിയുടെ കൂടെ പോയപ്പം തന്നെ ഇതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് കണക്ക് കൂട്ടിയതാണ്. ഇനിയിപ്പോ ഫ്രാൻസിസ് ജോർജും ജോസഫ് കൂടി പഴയ പാർട്ടി ഒന്നും കൂടെ കേരള കോൺഗ്രസ് ജോസഫ് തന്നെ രൂപീകരിച്ച് ഇടുക്കി നിന്ന് കഴിഞ്ഞാൽ പോലും ജോസഫ് നല്ല രീതിയിൽ ജയിക്കും. നന്ദി പ്രതികരിച്ചതിന്. കട്ടപ്പനയിൽ നിന്നും ക്രിസ്റ്റോ ബാബു എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. രാജു വർഗീസ്. ശ്രീ രാജു വർഗീസ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലഹം അത് പരിഹരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഫലം കാണുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തു തോന്നുന്നു? എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി സാറ് ഏറ്റവും മാന്യമായ രീതിയിൽ ജോസഫിനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് വെച്ചും പിന്നെ മാണി സാർ കാണിച്ചത് ഏറ്റവും അവസാനം വരെ ജോസഫ് സാറിനോട് കാണിച്ചത് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് മാണി സാറും മകനും കാണിച്ചത്. പിന്നെ PC ജോർജ് പറഞ്ഞു, അദ്ദേഹത്തെ പശുവിനെ വളർത്തുന്നതൊക്കെ ആയിട്ട് പറഞ്ഞു. വളരെ മോശമായി പോയി അത്. പിന്നെ കോടിയേരി വിളിച്ചു, അതും തെറ്റായി പോയി. കാരണം ജോസഫ് സാർ ഒരിക്കലും അങ്ങനെയൊന്നും പോയല്ല. ജോസഫ് സാർ ഏറ്റവും നല്ല രീതിയിൽ UDFന്റെ കൂടെ തന്നെ നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നന്ദി പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് രാജു വർഗീസ് എന്ന പ്രേക്ഷകനാണ്. എന്തായാലും കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആഭ്യന്തര കലഹം അതാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. ജോസഫിനെ പറ്റിച്ചോ കെ മാണി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ പ്രകാശ്, ഇവിടെ
2 സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാണ് ആദ്യം മുതലേ കേരള കോൺഗ്രസ് മുന്നോട്ട് വന്നിരുന്നത്. ഒടുവിൽ അത് കോട്ടയം 1 സീറ്റ് എന്ന നിലയിലേക്ക് വന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ആ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന പി ജെ ജോസഫിന് കിട്ടിയതുമില്ല. ഇവിടെ പി ജെ ജോസഫിനെ കെ എം മാണി പറ്റിക്കുകയായിരുന്നു. പറ്റിക്കുകയെന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഇത്രയും അവസരം ഉണ്ട് എന്ന രീതിയിൽ കാണിച്ചിട്ട് അവസാനം ഈ ഒരു രീതിയിൽ അവഗണിച്ച സ്ഥിതിക്ക് ഇത് പറ്റിക്കുന്ന രീതിയിൽ അവസാനം പറയാം. പക്ഷെ എന്നാലും ഇപ്പൊ ഈ അവസരം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന LDF-നാണ്. പറ്റുമെങ്കിൽ ഈ പി ജെ ജോസഫിനെയും കൂടെ ഗ്രൂപ്പിൽ LDF-ൽ ഉൾപ്പെടുത്തിയിട്ട് വാസവിന് വിജയം നേടിക്കൊടുത്ത ഇത്രയും കാലം അല്ലെങ്കിൽ മക്കൾ പാരമ്പര്യം എന്നുള്ളൊരു കോൺഗ്രസിന്റെ നിലപാട്, കേരള കോൺഗ്രസിന്റെ നിലപാടിന് ഒരു ശക്തമായ ഒരു അടി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന്. തോന്നിക്കൽ നിന്നും അജൽ കുമാർ എന്ന പ്രേക്ഷകനാണ് ഇനിയിപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. എന്താണ് പറയാനുള്ളത്? സാറേ, ഈ വിഷയം ഇപ്പോൾ കുറെ നേരത്തെ കാണുന്നത്. അപ്പൊ ഇത് ഇനിയിപ്പം സംഭവിക്കുമ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും നിലവിലുള്ള 2 മുന്നണികൾക്ക് വരായിട്ട് വിധിയെഴുതാൻ പോവുകയാണ്. കാരണം ഇത് എത്രയോ കാലങ്ങൾ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ UDF-ഉം LDF-ഉം എന്ന് പറയുന്ന 2 മുന്നിൽ സംവിധാനങ്ങൾ അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടുള്ള ഈ സംവിധാനം തീർച്ചയായും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും വിലയിരുത്തും. പിന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് അധികാര രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു മാനം കെട്ട ഏർപ്പാടായത്. കാരണം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയത്തെ തന്നെ അങ്ങേയറ്റം മുൻകൂട്ടി ഒരു കേരളത്തിൽ ജനങ്ങളെ വെഡ്ഡികളാക്കിയില്ല. ഈ ജനാധിപത്യ രാജ്യത്തെ ഇത്രത്തോളം വെഡ്ഡികളാക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ വേറെ എവിടെയുണ്ട്? നമ്മുടെ ഈ കേരളത്തിലല്ലത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഈ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനൊരു ഒരു 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 പോംവഴിയായിരിക്കും നമ്മുടെ ഈ വരുന്ന ഇലക്ഷൻ എന്ന് ഞാൻ കരുതുന്നു. നന്ദി പ്രതികരിച്ചതിന്. അജൽ തോന്നിക്കൽ നിന്നാണ് വിളിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ജോസഫ് ഇരിട്ടിയിൽ നിന്നും. ശ്രീ ജോസഫ്, ഇവിടെ ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര കലകം അത് UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? മറ്റു മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഈ വിഷയം UDF-നെ ബാധിക്കുമെന്ന് കരുതാനാകുമോ? ഇത് ഇങ്ങനെ തന്നെ പോവാന്ന് വെച്ചാൽ UDF-ന് ബാധിക്കും. പക്ഷെ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. മാണിക്ക് ലീഡർക്ക് പറ്റിയ മകന്റെ കാര്യത്തിലാണ് ലീഡർക്ക് TV കൊണ്ടെല്ലാം പോണ്ടി വന്നത്. അതിനെക്കാട്ടി അപ്പുറം ഒരു ഇലയും കൊണ്ട് ഈ മാണീനെ ഇപ്പം ഭരിക്കുന്നത് മാണീന്റെ മകനും മകന്റെ ഭാര്യയുമാണ്. അല്ലാണ്ട് പാർട്ടീന്റെ അത് പൊളപ്പുണ്ടാക്കിയത് ജോസഫിനെ പുറത്താക്കിക്കൊണ്ടൊന്നും ജോസഫിന് ഒന്നും ആവില്ല. പിന്നെ കത്തുന്ന കൊള്ളീൻ്റെ ഒന്ന് വൈക്കോല് വലിക്കുന്ന പണിയാണ് നമ്മളെ കോടിയേരി ചെയ്യുന്നത്. എന്തിനാ ഒരു ആരെങ്കിലും വീണ് കിട്ടുന്ന നോക്കി നടക്കേണ്ട അത്ര ഗതികേട് വന്നോ? ഞാനും ഇരുട്ടി തന്നെ താമസിക്കുന്നത്. ഇത്രയും ഗതികേട് വന്ന് നമ്മളെ പാർട്ടിക്ക് ആലോചിക്കുമ്പോൾ അന്തം വിട്ടു വന്ന ഇദ്ദേഹം എന്തിനാ ഈ പാർട്ടിയും കൊണ്ട് നടക്കുന്നത്? ഒരു സെക്രട്ടറി എന്നെല്ലാം പറഞ്ഞിട്ട് അതിലും നല്ല അയാൾക്ക് രാജിവെച്ച് വേറെ എന്തെങ്കിലും പോയിക്കൂടെ? ഇങ്ങനെ ആരെങ്കിലും വീണ് കിട്ടുന്ന നോക്കി നടക്കുന്നത് എല്ലാ പാർട്ടിനെയും ഒന്നായി കൂട്ടി അതിൻ്റെ അന്ന് ഇവരെ സ്വന്തം പാർട്ടിയിൽ തന്നെ സീറ്റ് കൊടുക്കാത്ത ആൾക്കാർ എത്രയുണ്ട്? അവരെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ തന്നെ പുറത്താക്കിയിട്ട് ഇവർ മാത്രം വലിയേട്ടന്മാർ മാത്രം പീഡിച്ചെടുത്ത പാർട്ടിയാണ് അടുത്ത പാർട്ടിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. ഇവരിപ്പോൾ ഇത്ര നേരത്തെ കാലത്ത് ഇത് തുടങ്ങി വെച്ചെന്താ ലക്ഷങ്ങൾ പൊടിക്കാൻ തുടങ്ങി. ഈ ലക്ഷങ്ങളിൽ ആരെ പൈസയാണ്? ഈ നമ്മളെ ഈ നികുതി പൈസയല്ലേ പൊടിക്കുന്നത്? ഒന്ന്. രണ്ടാമത് ഈ വെള്ളപ്പൊക്കെല്ലാം വന്ന് കിട്ടിയ പിരിവെല്ലാം എന്താക്കി അതിന്റെ കണക്ക് കാണിച്ചാൽ അതെല്ലാം എടുത്ത് അവർ അടിച്ചു പൊളിച്ച് ചെലവാക്കുന്നത് 10 ദിവസം മുമ്പിലാണ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇതിലും നല്ലത് ഈ ഇങ്ങനെ ഇറന്ന് ആൾക്കാരെ പിന്നാലെ നടക്കാതെ ഈ 2 ആട് കിടിച്ചിട്ട് അത് ചോരനാക്ക ചെന്നായി നിൽക്കുന്ന പോലെ എന്തിനായി നിൽക്കുന്നതിന്റെ ആവശ്യം? അതിലും നല്ലത് ഈ നിൽക്കുന്ന മതി. ഇതിന്റെ പിന്നാലെ നടക്കണ്ട. ഈ കോടിയേരി വിചാരിക്കുന്ന പോലെ ഇപ്പം ജോസഫിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുട്ടിന് കോട്ടയത്ത് നിന്ന് കുറച്ച് വോട്ട് പിടിക്കുക, എന്നിട്ട് നമുക്ക് ജയിക്കാമെന്ന് സ്വപ്നം കാണണ്ട. നന്ദി പ്രതികരിച്ചതിന്. ഇരിട്ടിയിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. മറ്റൊരു പ്രേക്ഷകൻ വെണ്ണൂരിൽ നിന്നും പ്രദീപ്. ശ്രീ പ്രദീപ്, കേരള കോൺഗ്രസിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? നമസ്കാരം സാർ. ഇല്ല, ഒരിക്കലും ഇല്ല. കേരള കോൺഗ്രസിൽ നിന്ന് ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം അത്രയ്ക്ക് അകമറിച്ചു പോയി ഈ പാർട്ടി. കാരണം അപ്പനും മകനും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലോക്കൽ പാർട്ടിയായിട്ട് മാറി. ഒപ്പം നമ്മൾ വേറെ കാര്യം നോക്കിയല്ലേ സാറേ, മുമ്പത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതിന്ന് വിട്ടുപോയ പാർട്ടികളാരും ക്ലച്ച് പിടിച്ചിട്ടില്ല. മുമ്പെല്ലാം പറയുന്നത് വളരും തോറും പിളർക്കും തോറും വളരുന്ന. ഇപ്പം പിളർപ്പ് മാത്രമേ ഉള്ളൂ, വളർച്ചയില്ല.
പക്ഷേ വ്യക്തിപരമായി ഞാൻ പറയുന്നത് ഇതേപോലത്തെ ചെറിയ കഷ്ണം പാർട്ടികൾ സാമുദായിക ശക്തികളെ കൊണ്ട് അവരുടെ നേതാക്കന്മാർ പുരോഹിതന്മാരും എല്ലാം പറഞ്ഞ് നേതാക്കന്മാരെ ആക്കുന്ന അതും സപ്പോർട്ട് ചെയ്യുന്നതുമായ ഇത്തരം പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലൊക്കെ അത് സ്വയം നശിച്ചു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല ഒരു ജനാധിപത്യ പാർട്ടികൾ ഇവിടെ ഉണ്ടായി വരും. ഒരുപക്ഷെ ഇതിന് കോൺഗ്രസിന് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. നന്ദി. വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. പത്തനംതിട്ടയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇവിടെ ജോസഫ് മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്താൽ അത് എത്രത്തോളം വിജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഹലോ, പറയാം, താങ്കളുടെ അഭിപ്രായം പറയാം. സാർ, അദ്ദേഹത്തിന്റെ മാത്രം വിഷയമല്ല ഇത്. എന്താ പറയാ, ഇതൊരു ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മുമ്പ് പ്രതികരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് സംഭവിച്ചത് ഒരു കുടുംബ രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയ പാർട്ടി എന്നതിനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു അധികാരം വേണം, ആഡംബരം വേണം എന്നതിനപ്പുറത്ത് ഇതൊരു ജനസേവനം എന്ന രീതിയിലേക്കാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജനസേവകൻ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കുക, നാളെ സേവിക്കുക എന്ന രീതിയിൽ കഴിവുണ്ടാവില്ല. ഇത് ഒരു അപ്പൻ മകൻ രാഷ്ട്രീയം, അതിന്റെ പങ്കുപിടിക്കുക, അധികാരത്തിന്റെ പങ്കുപിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇതിന്റെ കാര്യമില്ല. ഇത് ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പുറകെ പോകുന്ന നാട്ടിലെ ജനങ്ങളാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ പ്രാദേശിക പാർട്ടികളും മെത്രന്മാരും അച്ഛന്മാരും പുരോഹിതന്മാരും മറ്റുള്ളവർ സാമുദായിക സംഘടനകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ പുറകെ പോകണോ വേണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. ഇത് വേറൊരു ഉമ്മാക്കി നാടകം, ഞങ്ങളുടെ ഭാഗത്ത് ഉമ്മാക്കി നാടകം എന്ന് പറയും. ശരി, നന്ദി പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് രാജീവ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ രാജീവ്, ഇവിടെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ പി ജെ ജോസഫ് പ്രകടിപ്പിച്ച വികാരം അത് നമ്മൾ കണ്ടത് തന്നെയാണ്. പക്ഷേ KM മാണി വിഭാഗം പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. കോട്ടയം അത് KM മാണി വിഭാഗത്തിൻ്റെ ആണ്. അവിടെയുള്ള പ്രവർത്തകരുടെ വികാരം ജോസഫിനെതിരാണ്. ഈ കാര്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നാണ് മാണി വിഭാഗത്തിൽ ഉള്ളവർ പറയുന്നത്. അതും അവർ പറയുന്നതും ശരിയായ കാര്യമല്ലേ? കേൾക്കാമോ ശ്രീ രാജീവ്? മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ബംഗളൂരുവിൽ നിന്നും അഖിൽ, എന്താണ് ഞാനിപ്പോൾ ചോദിച്ചത് കേട്ടിട്ടുണ്ടാകും, എന്താണ് താങ്കളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട്? അതായത് ഇപ്പൊ നിലവില് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇത് അവരുടെ കേരള കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ പി ജെ ജോസഫിന് ആ സീറ്റ് വേണമെങ്കിൽ അത് പൊതുവേദിയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് മൊത്തത്തിലെ ഈ രാഷ്ട്രീയത്തിന് ഈ പറഞ്ഞ നമ്മളുടെ ഇലക്ഷന്റെ മൂർധന്യാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഇത്ര ഒരു വലിയൊരു പ്രശ്നത്തിലോട്ട് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല നിലവിൽ ഇത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മുമ്പേ ഇതിപ്പോ ഈ സീറ്റ് കിട്ടില്ല അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് പിരിഞ്ഞ് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും മത്സരിക്കാനുള്ള നിലപാടിലെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഈ അവസാന നിമിഷത്തിൽ ഇത്തരം മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി ശരിക്കും വളരെ കേരള കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള തെളിവ് തന്നെയാണ്. നന്ദി പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് ഷാജി എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ഷാജി, ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അന്തിമമാണെന്നാണ് KM മാണി പറയുന്നത്. അതേസമയം ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ജോസഫ് വിഭാഗവും പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ കോട്ടയം സീറ്റ് UDF-ന് നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ? ഇപ്പോൾ ഉള്ള തീരുമാനം അന്തിമമാണെങ്കിൽ തീർത്തും UDF-ന്റെ പ്രവർത്തകരായി ഞങ്ങളെല്ലാം KM മാണിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. കാരണം KM മാണിയുടെ കുടുംബ വാഴ്ച അവസാനിപ്പിക്കുക എന്നത് വളരെ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. അടുത്ത തവണ ഒരു മിനിസ്റ്ററെ UPA-യിൽ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ്, UPA അധികാരത്തിൽ വന്നാൽ ഒരു മിനിസ്റ്ററെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് മാണി ഈ രീതിയിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ LDF ജയിച്ചാലും UDF ജയിച്ചാലും UPA-ക്ക് അനുകൂലമായിട്ട് കൈപൊങ്ങും. ആ സ്ഥിതിക്ക് 100% മാണിയുടെ സ്ഥാനാർത്ഥിയെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യും. തികച്ചും മാണിയുടെ ഒരു വർക്കറാണ് ഞാൻ. ഈ മാണിയുടെ അഭിപ്രായം തികച്ചും തെറ്റാണ്. അതുകൊണ്ട് മാണി പക്ഷത്തെ തോപ്പിക്കാൻ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. നന്ദി പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് ഷാജി എന്ന പ്രേക്ഷകന്റെ നിലപാട്, അദ്ദേഹം മാണി വിഭാഗക്കാരനായിട്ട് ആണ് എങ്കിൽ കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വരിക കൂടിയാണ് ആ പ്രേക്ഷകൻ. എന്തായാലും ഈ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ഈ തീരുമാനത്തെ അതിശക്തമായി എതിർക്കുക തന്നെയാണ് നല്ലൊരു ശതമാനം വോട്ടർമാരും. പ്രത്യേകിച്ചും കോട്ടയത്ത് നിന്നും അടക്കമുള്ള പ്രേക്ഷകരാണ് കൂടുതലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊതുവേദിയിൽ സംസാരിച്ചത്.
ജോസഫിനെ പറ്റിച്ചോ കെ എം മാണി എന്നുള്ളൊരു ചോദ്യത്തിനാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.